എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സിനിമയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ആബിദ് എന്ന നടനാണ്. Kerala.com എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായി എത്തുകയാണ് ആബിദ്. ശ്രീ ആബിദിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. ആബിദിന്റെ ആദ്യ ചിത്രം എന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഫ്ലൈറ്റ് നമ്പർ ബിയിൽ അഭിനയിച്ചു. പിന്നെ രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ? രണ്ടാമത്തെ ചിത്രം ഇതിനു മുമ്പ് ഇന്നാണ് കല്യാണം ചെയ്തിരുന്നു. അടുത്ത ചിത്രം Kerala.com. ഇതിലൊരു മുഖ്യ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുകയാണ്. Kerala.com എത്തി നിൽക്കുമ്പോൾ ഈ മുൻകാല സിനിമകളെ അപേക്ഷിച്ച് ത്രൂ ഔട്ട് വേഷം. ഈ സിനിമയുടെ പ്രത്യേകത തമിഴിലും ഇതേ സമയം ചിത്രീകരിച്ച ചിത്രമാണ് അല്ലെ? തമിഴിലും മലയാളത്തിലും. എനിക്ക് തോന്നുന്നു തമിഴിലെ പേരെന്തായിരുന്നു? കേരള നാട്ടിലും പെൺകൾ ഉടനെ. കേരള നാട്ടിലും പെൺകൾ ഉടനെ. തമിഴ് റിലീസായല്ലോ. തമിഴൊരു ഏകദേശം ഒരു 1 year ബിഫോർ റിലീസായി. എങ്ങനെയാണ് തമിഴ്നാട്ടില് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബട്ട് ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി മൂവിയാണ് കേരള നാട്ടിലെ പെൺകൾ ഉടനെ, Kerala.com. അപ്പോൾ അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു അവിടെ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആദ്യം ഒരുപാട് തിയേറ്റേഴ്സിൽ അത് റിലീസ് ഉണ്ടായില്ല. ഗ്രാജുവലി മൂവിയുടെ ഒരു സക്സസ് ഗ്രാജുവലി നമുക്ക് ഒരുപാട് വേറെ തിയേറ്റേഴ്സ് കിട്ടി. നമുക്ക് കുഴപ്പമില്ലാണ്ട് മൂവി നല്ലൊരു കോമഡി ബാക്ക്ഗ്രൗണ്ട് ഇതുവരെ ചെയ്യാത്ത ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. കാരണം കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു ലവ് സ്റ്റോറി, അതും ഒരു ഹാസ്യ രീതിയിൽ പറഞ്ഞു പോവുക, അതായത് ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നു തമിഴില്. അപ്പൊ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ കേരളത്തിലെ നമ്മളുടെ കലകളെല്ലാം നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോ കഥകളി, നമ്മുടെ പെർഫോമിംഗ് ആർട്സും നമ്മളുടെ പൂരവും, അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു മൂവി. പ്ലസ് കാരണം ഇത് ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല മൂവിയില്. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാരും ഇപ്പൊ ഹീറോ ആയാലും പുതുമുഖം ആണ്. അദ്ദേഹം 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും മെയിൻ സ്ട്രീമിലല്ല. ബട്ട് ബാക്കി സപ്പോർട്ടിങ്ങിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു മൂവിയിൽ. അപ്പൊ പക്ഷേ മൂവിയുടെ ആ ഒരു തീമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. കുമരൻ സാറ് പറയാൻ ഉദ്ദേശിച്ച ആ ഒരു തീം നല്ല രീതിയിൽ. ഇതിലെ ആബിദിന്റെ കഥാപാത്രം എന്താണ് Kerala.com? ഇതില് എന്റെ കഥാപാത്രത്തിന്റെ പേര് അമീൻ എന്നാണ്. അമീൻ UK ബേസ്ഡ് ഒരു പയ്യൻ. അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേരളം. അപ്പോൾ ഓൾറെഡി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഓൾറെഡി ഉണ്ട് മനസ്സിൽ. പക്ഷെ അത് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവർ തമ്മിലുള്ള ഉണ്ടായിരുന്നതും അത് കഥയിലേക്ക് എത്ര എഫക്ട് ചെയ്യുന്നതും ആണ് ഈ എൻ്റെ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ബേസ് അതാണ്. എനിക്ക് ഫുൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെയാണ് ആ എൻ്റെ ക്യാരക്ടർ എടുക്കുന്നത്. ശരിക്കും ചെറിയൊരു സസ്പെൻസ് ആ കഥയിൽ ശരിക്കും എൻ്റെ ക്യാരക്ടറിന്റെ എൻട്രിയും പിന്നെ ആ കഥ, അതിൽ നിന്നാണ് കഥയുടെ ചെറിയ ട്വിസ്റ്റ് ഉള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം. എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റണില്ല. ബട്ട് എന്തായാലും പ്രേക്ഷകർക്ക് അത് ഡെഫിനറ്റ്ലി ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നു. ഈ ഒരു കഥാപാത്രം റൊമാൻസ് സീക്വൻസോ അങ്ങനെ റൊമാൻസ് സീക്വൻസ് എന്നാല് ഒരു റൊമാൻസ് സീക്വൻസ് ആയിട്ടില്ല. ബട്ട് നമ്മുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് നമ്മൾ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, കോഫി ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഉണ്ടാവുന്ന കുറച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അതൊക്കെയാണ് ഇതിന്റെ ഉള്ള ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് വന്നേക്കുന്നത്. പക്ഷെ അത് ഒരു കുമരൻ സാർ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പൂ പോലുള്ള ചിത്രങ്ങൾ ഹിറ്റാണ്. സംഗീത സംവിധായകനായിരുന്നു, തമിഴിലേറെ അറിയപ്പെടുന്ന. ഇപ്പോൾ മലയാളത്തിൽ തമിഴിൽ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് കീഴിലുള്ള വർക്കിനെ കുറിച്ചുകൂടി പറയും. ഭാഗ്യം എന്ന് പറഞ്ഞാല് എൻ്റെ ഫസ്റ്റ് മൂവി തമിഴ് മൂവിയാണ് ഇത്. കേരള നാട്ടിലും പെൺകുട്ടി, Kerala.com. കുമരൻ സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആക്സിഡന്റിലാണ് പരിചയപ്പെടില്ല. ആക്സിഡന്റലി ഞാൻ ഇവിടെ വന്നു. സാറ് എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടു. അങ്ങനെ സാർ എന്നെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സാറ് പോയി മീറ്റ് ചെയ്യുന്നത്. സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊരു ക്യാരക്ടർ ഉണ്ട് ഇതില്, ഞാൻ ഐ കോൾ യു ആഫ്റ്റർ 6 months എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചു സാറ് ഇത്രയും സീനിയർ എന്നെ വിളിക്കുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഒരു 5 months ആയപ്പോൾ സാർ വിളിച്ചു പറഞ്ഞു, അപ്പോൾ ചെന്നൈയിലേക്ക് ഒരു മീറ്റ് ചെയ്യണം. അദ്ദേഹം സ്ക്രിപ്റ്റ് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു കോമഡി ഇതുവരെ ചെയ്യാത്ത സംഭവമായിരിക്കും. പിന്നെ കുമരൻ സാർ എന്ന് പറഞ്ഞാൽ ഇത്രയും സീനിയറാണ്. അദ്ദേഹം മ്യൂസിക് ചെയ്ത് കലൈവാണി, പൂ, അതുപോലെ ഒരുപാട് അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല മ്യൂസിക്കാണ്. ഈ മൂവിയിലും അതേപോലത്തെ സോണി മ്യൂസിക്കാണ് എടുത്തേക്കുന്നത്. മോഹിത് ചൗഹാൻ, അതേപോലെ ഒരുപാട് നല്ല സിംഗേഴ്സ് പാടിയിട്ടുണ്ട് ഈ ഫിലിമിൽ. പ്ലസ് സാറിൻ്റെ ഇതൊരു 2ാമത്തെ പ്രൊജക്റ്റാണ് ആസ് എ ഡയറക്ടർ. സോ എക്സ്പെക്ടേഷൻ ഉണ്ട് മൂവിക്ക്. അതുപോലെ തമിഴ്നാട്ടിൽ സ്വീകരിച്ച പോലെ കേരളത്തിലും
അതുപോലെ ഇപ്പോൾ ബാംഗ്ലൂരും റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയും ആൾക്കാർ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ചിത്രത്തിന് വേണ്ടി കുമരൻ സാർ വിളിച്ചപ്പോൾ ശരിക്കും ഒരു തമിഴിൽ മാത്രം ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്? എങ്ങനെയാണ്? മലയാളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തിനോട്? എന്നോട് ആദ്യം അങ്ങനെ ഒരു ഇതല്ല, ഞാൻ തമിഴ് ചെയ്യണം എന്നാണ് രീതിയിലാണ് പോയത്. തമിഴ് ഷൂട്ടിങ്ങിലാണ് പോയത്. പിന്നെയാണ് അത് ബൈലിംഗുവലായിട്ട് ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നിപ്പോ എന്നോട് പിന്നെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ നോർമലി തമിഴിലാണ് ഞാൻ തമിഴിൽ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ബിക്കോസ് അന്ന് എനിക്ക് ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മലയാളത്തില് മലയാളത്തിലും ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ടോട്ടലി ഈ ഒരു ചെറിയൊരു ഈ എന്താ പറയാ ഡേറ്റ്സിനെ കുറിച്ച് ഇതുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് ആ സമയത്ത് ഞാനും തിരക്കായി പോയി, എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇത് പ്രിവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു നല്ല രീതിയിലായിട്ടുണ്ട്. ആബിത്ത്, അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ചിത്രം റിലീസായി മലയാളത്തിൽ ഇപ്പോൾ റിലീസായിരിക്കുന്നു Kerala.com. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ പ്രതികരണങ്ങൾ പ്രേക്ഷകർക്ക് അറ്റ് ദി ടൈം കിട്ടുകയാണ് പ്രതികരണം. കാര്യം വേറൊന്നുമല്ല, തിയേറ്ററിൽ പോയിരുന്ന് പ്രേക്ഷകരോടൊപ്പം ആർട്ടിസ്റ്റുകൾ പടം കാണുക അല്ലേ? അങ്ങനെയാണ് മിക്ക ചിത്രത്തിനും പ്രതികരണം ലഭിക്കുന്നത്. അത്തരത്തിൽ പോയിരുന്ന് കാണാൻ പറ്റിയോ? എങ്ങനെയായിരുന്നു റെസ്പോൺസ്? എനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയം. പക്ഷെ റിലീസ് ചെയ്ത സമയത്ത് വേറൊരു കമ്മിറ്റ്മെന്റിൽ പെട്ടിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല ചെന്നൈയിൽ. പക്ഷേ ഞാൻ സാറിനെ ആ ഷോ വേണ്ട സാറിനെ വിളിച്ച് ഞാൻ അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് റിയാക്ഷനെ. പക്ഷെ നല്ല അഭിപ്രായമായിരുന്നു. സാറ് വിളിച്ച് പറഞ്ഞു ആളുകൾ ഇഷ്ടപ്പെട്ടു, സ്വീകരിച്ചു. ആൾക്കാർ കോമഡി, ഒരു ലൈറ്റ് ഹാർഡ് മൂവിയാണ്. അപ്പോൾ ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അതൊരു പോസിറ്റീവായിരുന്നു നമുക്ക്. പിന്നെ എനിക്കതുകൊണ്ട് അവിടെ പോയി ഇന്ന് കാണാൻ പറ്റിയില്ല. ബട്ട് റെസ്പോൺസസ് ഞാൻ ഈ അപ്ഡേറ്റ് എനിക്ക് അറിയണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെങ്കിലും ഒന്ന് കാണണം. ഇപ്പോൾ കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ പ്രേക്ഷകരുടെ മുമ്പ് എടുക്കുന്ന കാണാം, അവരെ പൾസ് അറിയാൻ പറ്റുമെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ രണ്ട് കൾച്ചർ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും രണ്ട് കൾച്ചർ പറയുന്നു. ശരിക്കും വിഭിന്നമാണ് കൾച്ചർ അല്ലേ? ഒരുപാട് തനത് കലകൾ തന്നെ, കഥകളി പോലുള്ള ആർട്ട് പെർഫോമിംഗ് ആർട്സ് ഇവിടെയുണ്ട്. അവിടെ വേറെ ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെയുള്ള, അത് തെലുങ്കാനയിൽ നിന്നാണെങ്കിലും ഡാൻസ് രൂപത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ രണ്ട് കൾച്ചറും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചിത്രം ചെയ്തിരിക്കുന്നത് അല്ലേ? ആബിത്തിനെ സംബന്ധിച്ച് ചിത്രീകരണ വേളയിൽ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്, മലയാളവും തമിഴുമായിട്ട് ചെയ്തപ്പോഴാണ്? ഇപ്പോൾ ചിത്രീകരിച്ചപ്പോൾ എനിക്കൊരു ആക്ച്വലി പറഞ്ഞ ഒരു 10 days ആയിരുന്നു, 10 ദിവസമായിരുന്നു എൻ്റെ ലൊക്കേഷൻ. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ ചെയ്യുന്ന കൂടുതൽ ഒരു റിസോർട്ട് ഒരു റിസോർട്ട്, അതുപോലെ പാലക്കാടാണ് എൻ്റെ ഷൂട്ട് ഉണ്ടായത്. അപ്പോൾ അവിടെയായിരുന്നു. അപ്പോൾ കൂടുതലും എനിക്കൊരു 80% എനിക്ക് അതിൻ്റെ ഒരു അറിയാൻ പറ്റിയില്ല. സ്ക്രീനിലാണ് കേരളത്തിലായിരുന്നു ഷൂട്ട്. എൻ്റെ ഷൂട്ട് കേരളത്തിലായിരുന്നു. ബാക്കി മധുരൈ ആൻഡ് ചെന്നൈ ഒക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എൻ്റെ സീക്വൻസിൽ ആ ഒരു ലിമിറ്റഡ് ഏരിയയിലായിരുന്നു. ബട്ട് സ്ക്രീനിൽ എനിക്ക് അതിൻ്റെ ഞാൻ അതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം തമിഴ്നാട് നിൽക്കുന്ന ആ ഒരു ക്രൂ ഇവിടെ വന്ന് കേരളത്തിലത്തെ തനിതമായ കൾച്ചർ അത് കാണിച്ച് വിഷ്വലി നല്ല ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റിയത് നല്ലൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് അതിന്. Kerala.com എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിലുപരിയായിട്ട് പ്രിവ്യൂ കണ്ടപ്പോൾ എന്തൊക്കെ ഒരു പുതുമയാണ് തോന്നിയത്? പ്രത്യേകിച്ച് ചിത്രത്തെക്കുറിച്ച് നല്ല റെസ്പോൺസും പ്രിവ്യൂ കണ്ടവർക്ക് നല്ല അഭിപ്രായവും നല്ല കോമഡി ഉണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോമഡിയും ഇവിടുത്തെ കോമഡിയുടെ ചേഷ്ടകളൊക്കെ ഒന്നാണെങ്കിലും ഡിഫറെൻറ്റ് എന്താ പറയുക മാൻഡ്രസിങ്ങളായിരിക്കും അല്ലേ? അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് വ്യത്യസ്തത തോന്നിയത് ചിത്രത്തെക്കുറിച്ച്? ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു കേരള തമിഴ്നാട് ഒരു ബോർഡറിലൊരു ലവ് സ്റ്റോറിയാണ്. അതായത് ഒരു കേരള പെൺകുട്ടിയെ തമിഴ്നാട് പയ്യൻ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാറ് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ രണ്ട് കൾച്ചറും വിഷ്വലി അത് കാണണം, എന്നാലേ ആ ഒരു ഇത് അറിയുള്ളൂ. അപ്പോൾ അത് ഒരുപാട് നല്ല രീതിയിൽ അത് വിഷ്വൽ ചെയ്യാൻ പറ്റി. സാറിന് അത് വിഷ്വൽ ചെയ്യാൻ പറ്റി. കാരണം ഇവിടുത്തെ പൂരം പറഞ്ഞ പോലെ പൂരവും ഇവിടുത്തെ നാടൻ കഥകളി, കുച്ചിപ്പുടി കലകളൊക്കെ എല്ലാം ഒരുപാട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു 50% ക്രൂ മലയാളീസ് ആയിരുന്നു ഇതിന്റെ ക്രൂസൊക്കെ. അപ്പൊ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. പിന്നെ സെറ്റും ഭയങ്കര ലൈവ്ലി ആയിരുന്നു. സാർ ഇപ്പോൾ ഞാൻ ആദ്യം തമിഴ് മൂവി ചെയ്യുന്നതും പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സെറ്റ് മൊത്തം. ഭയങ്കര സാർ ഡയറക്ടർ മുതൽ ഈവൻ സ്പോട്ട് ബോയ്സ് വരെ വളരെ സഹകരണത്തോടെയും വളരെ ഒരു കൂട്ടായ്മയോടെയാണ് മൂവി ചെയ്തേക്കുന്നത്. ഇപ്പം എനിക്ക് ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി, ഇതിൻ്റെ മേക്കിംഗ് നല്ല ആ ഒരു തനിതമായ രണ്ട് കൾച്ചറും അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കുമരൻ സാർ അത് ചെയ്തിരിക്കുന്നത്.
ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നതും അത് തന്നെ. കുമരൻ സാർ. എങ്ങനെയുണ്ട് സോങ് സീക്വൻസ് ഒക്കെ? ആബിത്തിന് എനിക്ക് അതിൽ സോങ്സ് ഇല്ല. അതിൽ എനിക്ക് തോന്നുന്ന ഒരു ടു സോങ്സ് എന്ന് വരുന്നുണ്ട്. അതിലൊരു സോങ് പാടിയിരിക്കുന്നത് നമ്മുടെ ഹിന്ദി ബോളിവുഡിലെ ഫേമസ് മോഹിത് ചൗഹാൻ ആണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കമ്പോസിങ് സമയത്ത് ഞാൻ സാറിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ സാറിന് ഈ കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ സാറിൻ്റെ മൈൻഡിൽ ആദ്യം വന്ന മോഹിച്ചാറിൻ്റെ വോയിസ് ആയിരുന്നു. അപ്പോൾ സാർ അത് പാടിപ്പിച്ച് നല്ല ഭംഗിയായി അദ്ദേഹം പാടിയിട്ടുണ്ട്. ആ പാട്ട് നല്ലൊരു മെലഡിയായിരുന്നു ആ പാട്ട്. അപ്പോൾ അത് സോണി മ്യൂസിക്കാണ് അത് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു മ്യൂസിക്കിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. കാരണം സാറ് ഓൾറെഡി ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ഡയറക്ടർ അല്ലാതെ. അപ്പോൾ രണ്ടിലും തുല്യമായ പ്രാധാന്യമുണ്ട്. മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം ഈ മൂവിക്ക്. അഭിനയെ സംബന്ധിച്ചൊരു പെർഫോമർ കൂടിയാണ്, സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, നല്ലൊരു ഗായകനാണ് അല്ലേ, നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ്. അപ്പം ചിത്രത്തിലെ ഗാനമാണോ പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്ന ഒരു 2 വരി ഏതാ പാടാൻ പറ്റിയ? കേരള ഡോട്ട് ഗാനം ഓർമ്മയുണ്ടോ? കേരളത്തിലെ ഗാനം ഓർമ്മയെന്ന് വെച്ചാൽ ഒരുപാടായി, എനിക്ക് ലിറിക്സ് ഓർമ്മയില്ല, കുറച്ചായി. അപ്പോ അത് പാടിയ ലിറിക്സ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പറ്റിയത് ഒരു പാട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂഖം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ, നെഞ്ചിലാളും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ, വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂഖം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവേലായി നിന്നെ. അടിപൊളി പ്രേമാർദ്രമായ ഗാനം തന്നെയാണ് പാടിയിരിക്കുന്നത് അല്ലേ? ഏതൊരു കവിതാക്കളും ആഗ്രഹിക്കുന്ന ഗാനം. തീർച്ചയായിട്ടും ഈ ഗാനം എനിക്കൊരു വളരെ, ഞാനിത് എപ്പോഴും എല്ലാ ഷോയിലും ഈ ഗാനം ഞാൻ പാടും. കാരണം ഞാൻ റിയാലിറ്റി ഷോസിൽ കൂടെയാണ് വന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗാനമായിരുന്നു എനിക്ക് ഈ ഒരു ഗാനം ആണ്. എനിക്കതിൽ ഒരുപാട് കമന്റ്സും നല്ല തുടക്കമായിരുന്നു ഈ ഒരു ഗാനം. അപ്പം എനിക്ക് എന്നും ഈ ഒരു ഗാനം എപ്പോഴും ഹോണ്ടിങ് ആണ്. ഏതൊരു സദസ്സിലും ആദ്യം ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഈ ഒരു പ്രണയ ഗാനമായിരിക്കും. ഔസേപ്പ് സാർ കമ്പോസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ഫ്ലൈറ്റ് നമ്പർ ബി എന്ന ചിത്രത്തിൽ മെയിൻ കഥാപാത്രം അവർ ചെയ്തു, പക്ഷെ അതിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രമായിരുന്നു അല്ലേ, ആന്റി ഹീറോ ആയിട്ട്. അതിനകത്ത് ഒരുപാട് അഭിനയത്തിൽ മാനറിസങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലേ, ഒരുപാട് പെർഫോമൻസ് ക്യാരക്ടർ അല്ല. ഫ്ലാറ്റ് നമ്പർ 4B എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രണ്ടാമത്തെ മലയാളം മൂവിയാണ് ഫ്ലാറ്റ് നമ്പർ 4B. അതിൽ ആദ്യം ആ സ്ക്രിപ്റ്റ് ഡയറക്ടർ വന്നപ്പോൾ തന്നെ അത് പറഞ്ഞു ത്രൂ ഔട്ട് മെയിൻ ക്യാരക്ടറാണ്. പക്ഷെ അതിൽ ആദ്യം ഒരു പോസിറ്റീവ് ആയിട്ടാണ് ആ ക്യാരക്ടർ പോകുന്നത്. പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ് അതൊരു നെഗറ്റീവിലേക്ക് പിന്നെ പോകുന്നത്. അപ്പോൾ ടോട്ടലി ഒരുപാട് പെർഫോമൻസ്, നമ്മുടെ ഒരുപാട് വേരിയേഷൻസ് കാണിക്കാൻ പറ്റുന്ന പല സ്വഭാവത്തിന് ഉടമയാവര്. തീർച്ചയായിട്ടും അത് വളരെ കുറച്ച് മിസ്റ്റീരിയസ് ആണ് ക്യാരക്ടർ. അപ്പം മൂവി കാണുന്നവർക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ ക്യാരക്ടർ, ആദ്യം ആൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാവില്ല. ആദ്യത്തെ ചെയ്ത ഫ്ലൈറ്റ് നമ്പർ 4B എന്ന ചിത്രത്തിലെ ക്യാരക്ടർ ശരിക്കും ഒരു പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, നെഗറ്റീവ് ആണ് ത്രൂ ഔട്ട് ആണ് പോലും. ഇതിന്റെ ഒരു ചേഞ്ചസ് ഉള്ളൊരു കഥാപാത്രം. അതെ, അത് ആദ്യം ഒരു പോസിറ്റീവ് രീതി പോയി, പിന്നെ ആണ് അൺഎക്സ്പെക്ടഡ് ഒരു ട്വിസ്റ്റ് വരുന്നത്, ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോകുന്നത്. പക്ഷെ പിന്നെ അത് റിയലൈസ് ചെയ്ത് തിരിച്ച് ബാക്ക് ടു ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. കുറച്ച് സീരിയസ് സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. കുറേ ക്യാരക്ടേഴ്സായിട്ട് ഡീൽ ചെയ്ത് പോകുന്ന ഒരു പല സ്വഭാവങ്ങളായിട്ട്. അതിൽ ശ്രീത്രി ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു ഫെമിനിഷ് ക്യാരക്ടറാണ്. അപ്പൊ അതും എല്ലാമായിട്ട് ഡീൽ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ കുറച്ച് സീരിയസ് സ്വഭാവമുള്ള ക്യാരക്ടറാണ്. എന്നാൽ അതിൽ കുറച്ച് റൊമാൻസും ഉണ്ട്. അപ്പോൾ അതൊരു ഡിഫറെന്റ് ജോണറായിരുന്നു. പക്ഷെ ഈ ഇതിൽ വരുമ്പോൾ ടോട്ടലി ഒരു കൂൾ, ഒരു കുറച്ചും കൂടി റിലാക്സ്ഡ് പയ്യൻ, ഒരു ഭയങ്കര ലാവിഷ് ആയിട്ട് ജീവിക്കുന്ന ഒരു NRI പയ്യനാണ് ഈ അമീൻ എന്ന് പറഞ്ഞത്. അമീൻ ഒരു ബ്രേക്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണാൻ അയാൾ നാട്ടിൽ വിസിറ്റ് ചെയ്യുന്നു, ഗേൾ ഫ്രണ്ടിനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് അതിന്റെ
അറിയുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും അത് സിൻസിയർ ആയിരുന്നു, അത് എത്രത്തോളം അത് പുള്ളി പുള്ളി അത് സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളൊരു അതാണ്, അതിൽ നിന്നാണ് പിന്നെ അടുത്ത കഥയിലേക്ക് ഒരു ട്വിസ്റ്റ് പോകുന്നത്. നല്ലൊരു മെലഡി ഗാനം പാടി പ്രഷർക്കായിട്ട്, എങ്കിലും ഒരു മെലഡി കൂടെ വേണം. തീർച്ചയായിട്ടും. ഏതാണ് മനസ്സിനെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന പാടാൻ വേദികളിൽ പാടുന്ന പാട്ടുകൾ? ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ രാഹുൽ രാജ് കമ്പോസ് ചെയ്ത വിജയ് വിശ്വാസ് പാടിയ ഹേമന്തമേ എന്നൊരു സോങ് ഭയങ്കര ടച്ചിങ് സോങ്ങാണ്. ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂ നീ, പൂങ്കാറ്റുപോൽ എന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപ്പാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്ക് പോലെ, അതിലോലം അനുരാഗം തേന്മാറിയ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂന്നിലാപ്പൂ നീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല പെയ്യുന്നു ഞാനിതാ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും ആബിത്ത് എന്ന് പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടർ 2-3 സിനിമകൾ ചെയ്തു. എങ്കിലും മനസ്സിൽ താല്പര്യമുള്ള എത്ര കഥ നെഗറ്റീവ് ഷെയ്ഡാണോ അതോ മെയിൻ നായകനാണോ റൊമാൻസ് നായകനായിട്ട് ഇപ്പോഴും കോളേജ് തലങ്ങളിലുള്ള എന്താ പ്രണയബദ്ധരാകുന്ന ക്യാരക്ടർ അങ്ങനെ ഒരു റോൾസ് ആണോ താല്പര്യം? ആസ് ആൻ ആർട്ടിസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പർട്ടിക്കുലർ റോള് അത് ചെയ്യണം എന്നല്ല, ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാ റോളുകളും നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓരോ മൂവിയിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് അത് ചെയ്യുക എന്നാണ്. അല്ലാണ്ട് പർട്ടിക്കുലർലി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം അങ്ങനെയല്ല. എനിക്ക് കോൺഫിഡൻ്റ് ആയി തോന്നുന്ന ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യുക, കുറച്ച് നമ്മുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നാണ് എൻ്റെ ആഗ്രഹം ആസ് എ ന്യൂ കമ്മർ. ഈ ഒരു കേരള.comൽ അഭിനയിക്കുന്ന മുന്നോടിയായിട്ട് തമിഴിലും മലയാളത്തിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ക്യാരക്ടറിന് വേണ്ടി ഒരു അനലൈസ് സ്റ്റഡി നടത്തിയോ? എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ഇംപ്രൂവൈസേഷൻ? ഇതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ സാർ എൻ്റെ അടുത്തൊരു കുറച്ച് നാൾ മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഞാനൊന്ന് നമ്മുടെ ഇത്, കാരണം ഈ ഒരു അമീൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്നുള്ള ഞങ്ങളെ ചുറ്റുമുള്ള ഒരു ക്യാരക്ടറാണ്, നമുക്ക് ഈസിലി സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അമീനിൽ. അപ്പോൾ ഈസിലി എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ക്യാരക്ടർ അമീൻ എങ്ങനെയായിരിക്കണം ടോട്ടലി, അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ രീതിയും ഒക്കെ. ഇനി എന്താണ് പുതിയ പദ്ധതികൾ, പുതിയ പ്രൊജക്ട്സ്? പുതിയ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് എസ് കുമരൻ സാറിൻ്റെ തന്നെ അടുത്തൊരു പ്രൊജക്ട് വരുന്നുണ്ട്, തമിഴ് തന്നെ. അതിൽ നല്ലൊരു വേഷം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനറ്റ്ലി ഈ മൂവി കഴിഞ്ഞിട്ടോടെ. നടൻ മാത്രമാണോ, ഗായകനാകുന്നുണ്ടോ? ഗായകനാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. അത് ഇനി കുമരൻ സാറിൻ്റെ കയ്യിലാണ്. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്, എനിക്കൊരു പാട്ട് അതിൽ ഒരു പാടുന്നുണ്ട്. സ്റ്റേജ് ഷോസ് എങ്ങനെ പോകുന്നു? ഷോസ് നന്നായി പോകുന്നുണ്ട്. സ്റ്റേജ് ഷോസ് ഒരുപാട് ഞാൻ ഒത്തിരി ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഷോസ് ഇപ്പോൾ എൻ്റെ ബാൻഡിൻ്റെ ഷോസ് ഉണ്ട്. അതുകൂടാണ്ട് ഇൻഡിവിജ്വൽ ഷോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ബാൻഡ്. ഞാനിപ്പോ യാദോം കി ബാറാത്ത് എന്നുണ്ട് ഒരു ഹിന്ദി പഴയ റഫി സാബ് കിഷോർദ ഒരു ബാൻഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പാട്ടുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതെ. അപ്പൊ അത് കുറച്ച് നന്നായി ചെയ്യുന്നുണ്ട്, നല്ല നല്ല ഓഡിയൻസിന് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇൻഡിവിജ്വലി ഷോസും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നന്നായി പോകുന്നുണ്ട്. പിന്നെ മ്യൂസിക് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക്കിൽ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ കൂടാണ്ട് ഇപ്പോൾ ആക്ടിങ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മലയാളത്തിലും നല്ല പ്രൊജക്റ്റ് ഇങ്ങനെ ഡിസ്കഷനിലാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അത് വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആഭ്യത്തിൽ നടന്ന എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞങ്ങളുടെ ഇത്രയും നേരം പ്രേക്ഷകരെ സംസാരിച്ചു, കേരള.comന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു. ചിത്രം ഒരു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രമേയമാണ്. നല്ല രീതിയിൽ എത്തപ്പെടട്ടെ ആഭ്യത്തിൻ്റെ കഥാപാത്രവും. എല്ലാവിധ ആശംസകളും. നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നല്ലൊരു ഗാനം, മെലഡീസ് ആണോ ഏത് രീതിയിലാകട്ടെ പ്രേക്ഷകർ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ ഒരു ഹിന്ദി ഗാനമാണ്. ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് ഏതിലെ മുഷ്കിൽ എന്നുള്ള ഫിലിമിൻ്റെ ഒരു പാട്ട്. अच्छा चलता हूँ दुआओं में याद रखना, मेरे जिक्र का जुबा पे स्वाद रखना, दिल के संदूकों में मेरे अच्छे काम रखना,
चिट्टी तारों में भी मेरा तू सलाम रखना, अंधेरा तेरा मैंने ले लिया मेरा, उजला सितारा तेरे नाम किया, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ बेलिया, ओ पिया चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ बेलिया, ओ पिया. ഈ നല്ലൊരു കുളിർമയാണ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? പ്രേക്ഷകരോട് പറയേണ്ടത്, എൻ്റെ സ്റ്റാർട്ടിങ് എൻ്റെ റിയാലിറ്റി ഷോ മുതൽ ഇപ്പോൾ വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ ചിത്രം 24th റിലീസിംഗ് ആണ്, kerala.com. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. എന്നെ നേരത്തെ സപ്പോർട്ട് ചെയ്തതുപോലെ ആ സ്നേഹവും ആ സപ്പോർട്ടും ആ പ്രാർത്ഥനയും ഇന്നും ഈ ഒരു മൂവിക്കും ഇനി ഉണ്ടാവുന്ന എല്ലാ പ്രൊജക്റ്റിലും എൻ്റെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കേരള വിഷനും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനും എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.